യേശു ഉയർത്തെഴുന്നേറ്റു. തുറന്നില്ല. പലതവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് ശിഷ്യന്മാർക്കൊരു അന്ത്യകൽപ്പന കൈമാറിയതായി വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു. ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക്. മർക്കോസ് 16:15. പിന്നെ യേശു അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ശ്രദ്ധിച്ചോ കൊടങ്ങാവിളക്കാരെ, ഭൂലോകത്തിൽ സകല സൃഷ്ടിയോടും എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം. ആരുടെ കൽപ്പന? സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ കൽപ്പന. അതുകൊണ്ട് കൊടങ്ങാവിളക്കാരോട് വളരെ സ്നേഹത്തോടൊരു സഹോദരനായി ഞാൻ പറയട്ടെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തൊണ്ട കീറി ബഹളം വെച്ച് കാറിക്കൂവി ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കൊടങ്ങാവിളക്കാർ ദയവായി സത്യം തിരിച്ചറിയണം. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, വാശി തീർക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ദേഷ്യം തീർക്കാൻ ചെയ്യുന്നതല്ല. പിന്നെന്താ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് സകല സൃഷ്ടികളും കേൾക്കെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഞാനും നിങ്ങൾ ഒരുപോലെ അനുസരിക്കണം എന്നുള്ളതുപോലെ തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന കൃത്യമായി അനുസരിക്കണം. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ ഇത്രയും കാശ് മുടക്കി ഇത്രയും ചെലവാക്കി ഇത് ചെയ്യുന്നത്. യേശുക്രിസ്തു ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കൂകി വിളിക്കുന്നത്, ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ശബ്ദം ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാം. എന്നാലും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. ആരുടെയും വാശിക്കോ ദേഷ്യത്തിനോ നമുക്ക് നടത്തണോടോ അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു വാശിക്ക് ചെയ്യുന്നതല്ല സുവിശേഷ യോഗം. ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ടാണ്. പിന്നെ ചില ചേട്ടന്മാർ പറയും അങ്ങനെ പറയണ്ടാന്ന്. അതൊക്കെ ചുമ്മാ മോഹമാ, മനസ്സേ ഇരിക്കത്തുള്ളൂ. പറയണമെന്ന് ദൈവം ഏൽപ്പിച്ചെങ്കിൽ പറയും, സുവിശേഷം പറഞ്ഞിരിക്കും. പിന്നെ അതിനകത്ത് പറയണ്ട എന്നൊക്കെ ചുമ്മാ വെറുതെ അങ്ങനെ ഒന്നും മസിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സുവിശേഷം പറയണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിൽ അത് പറഞ്ഞിരിക്കും. അതിപ്പോൾ ഒരു ഉപദേശി പോയാൽ അടുത്ത ഉപദേശി വരും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പോലെ ബൈബിൾ കോളേജിൽ നിന്ന് പിള്ളേർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉപദേശിമാർക്കിട്ട് തല്ലിക്കൊണ്ടൊന്നും ഈ പരിപാടി തീരുകയില്ല. അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും തീരുകയില്ല. കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഇത് പറയണം. അല്ലാതെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാന്ന് പറയാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത്രയേ ഉള്ളൂ. അല്ലാത്തവൻ ചെവി പഞ്ഞു വെക്കുവോ സീരിയൽ വെച്ച് സൗണ്ട് കൂട്ടിയടിക്കുകയോ ഒക്കെ ചെയ്തോണം. അതൊക്കെ ജനാധിപത്യമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പറയണ്ട എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ മോഹമല്ലേ മോനെ. പറയാൻ ദൈവം ഏൽപ്പിച്ചാൽ പറഞ്ഞിരിക്കും, പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സുവിശേഷം കാലാകാലങ്ങളിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അല്ലാതെ ഇതൊന്നും ആരുടെയും വാശി തീർക്കാൻ വേണ്ടി. പിന്നെ കൺവെൻഷൻകാരോട് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. നിങ്ങൾ എത്ര പേര് സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു സജഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ മനോഹരമായ പാട്ടുകൾ ഇങ്ങനെ ഇവർ നമ്മുടെ സ്റ്റാൻലിയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന നല്ല പാട്ടുകളൊക്കെ പാടുമ്പോൾ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ പുറത്തുള്ളവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരല്പസമയം നമുക്കൊരു ആരാധനയുടെ നിമിഷങ്ങളുണ്ട്. ഈ ആരാധന നിമിഷം വരുമ്പോൾ കഴിയുന്നതും ഈ ഔട്ടിലുള്ള ശബ്ദം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നമ്മുടെ ഗ്രൗണ്ടിൽ മാത്രം നിൽക്കുന്നവർ ആത്മാവിൽ എത്ര നേരം വേണമെങ്കിലും ആരാധിച്ചോട്ടെ. അപ്പോൾ പുറത്തുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് പ്രസംഗം തുടങ്ങുമ്പോൾ ഔട്ടൊക്കെ അങ്ങോട്ട് കൊടുത്താൽ ആ പുറത്തിരിക്കുന്നവർ ശാന്തമായി അവിടെ ഇരുന്ന് പ്രസംഗമൊക്കെ കേൾക്കുക. അതൊരു ഭംഗിയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നല്ലതാണെന്ന് തോന്നിയാൽ സ്വീകരിക്കാം, അത്രയേ ഉള്ളൂ. കാര്യം ഈ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം. നമ്മൾ ഇതൊന്നും അറിയാതെ കിടന്നൊരു കാലമുണ്ട് അല്ലേ? അറിയാതെ കിടന്ന. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരുത്തം കിടന്ന് ഇങ്ങനെ കിടന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അവൻ്റെ കഴുത്തിന് പിടിക്കാൻ നമ്മളുമൊക്കെ ഒരു കാലത്ത് ശ്രമിച്ചവരാണ്. അതുകൊണ്ട് ഈ എതിർക്കുന്നവരോടൊന്നും ഒത്തിരി ദേഷ്യമൊന്നും തോന്നരുത്. അവർക്കിത് അറിയാത്തത് കൊണ്ടാണ് ദേഷ്യം. നമ്മളും അറിയാത്ത കാലത്തൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ കഴിയുന്നതും നമ്മൾ ഈ ആരാധനയുടെ നിമിഷം വരുമ്പോൾ സൗണ്ടുകാരനോട് പറയാം ഒന്ന് കട്ട് ചെയ്തേക്കാൻ പറയാം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പ്രസംഗമാകുമ്പോൾ അങ്ങനെയൊക്കെ കേൾക്കാം. എന്തെല്ലാം പ്രസംഗങ്ങൾ കേൾക്കുന്ന നാട്ടുകാരാണ്. പ്രസംഗം കേൾക്കേണ്ടതൊന്നും ആരും പറയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അത് ഒരു അഭിപ്രായമായിട്ട് മാത്രം വെച്ച് ആ ഭാഗം വിടുകയാണ്. അപ്പം യേശു അവൻ 3-ാം നാളിൽ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് പിശാചിനെ ജയിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അന്ത്യകൽപ്പന കൈമാറി സകല സൃഷ്ടിയോട് സുവിശേഷം പറയണം. ഇനി അടുത്ത 1-2 കാതലായ ചിന്തയും കൂടെ പറയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് മറയുന്നതിന് മുൻപ്
തന്നെ അനുഗമിച്ച ശിഷ്യന്മാർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ യേശു കർത്താവ് ദാ സ്വർഗാരോഹണം ചെയ്യുന്നു. ഉടനെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. 2:47 പ്രസംഗം തീരും. 1:11 നമ്മൾ എത്തിയിട്ടുണ്ട്. വായിച്ചോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പേരുണ്ട് രക്ഷിക്കപ്പെട്ടവർ. കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടവരിൻ്റെ ഇടയ്ക്കുണ്ട്. കാരണം യേശു വരുന്നെന്ന് കേട്ടാൽ സ്തോത്രം പറയാതിരിക്കാൻ രക്ഷിക്കപ്പെട്ടവന് കഴിയില്ല. രക്ഷിക്കപ്പെട്ടവന് വാ തുറന്ന് സ്തുതിക്കാൻ പറ്റുന്നൊരു ദൂതുണ്ടെങ്കിൽ കർത്താവ് വരുന്നെന്ന് കേൾക്കുമ്പോൾ, അയ്യോ അത് കേട്ടിട്ട് സ്തുതിക്കാത്തവനൊന്നും രക്ഷിക്കപ്പെട്ടവൻ അല്ല. ഞാൻ സ്തുതിച്ചാട്ടെ എന്നൊന്നും പറയത്തുമില്ല. അതുകൊണ്ട് യേശു വരുന്നു എന്ന് കേട്ടാൽ അതാണ് സ്തോത്രം പറയാൻ അറിയാതെ ആത്മാവിലാൽ. പണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്തൊക്കെ ഞാൻ ഇതേപോലെ പ്രസംഗം നിങ്ങളെപ്പോലെ കേൾക്കാൻ പോയിരിക്കുന്ന കാലം, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് പ്രസംഗം നടക്കുകയില്ല. അപ്പോഴാണ് ജനം ആത്മാവിലാകുന്നത്. അയ്യോ പിന്നെ എന്തൊരു അന്തരീക്ഷമെന്നറിയോ. ഇന്നിപ്പോൾ യേശു വരുന്നെന്ന് ദൈവദാസൻ വായിച്ചു, ഞാൻ ഏറ്റു പറഞ്ഞു. ചിലതിൻ്റെയൊക്കെ വായ കമ്പിട്ട് കുത്തിയാൽ പോലും ഒരു സ്തോത്രം. ചിലതുണ്ട് രക്ഷിക്കും. ഇപ്പം ഇവരൊക്കെ ആത്മാവിലാകുന്ന രീതി വേറെയാണ്. പക്ഷേ യേശു വരുന്നെന്നോ നിത്യതയിൽ പോകണമെന്നൊന്നും പറഞ്ഞാലൊന്നും വലിയ സന്തോഷം ഇല്ല. ഇപ്പോൾ ആത്മാവിലാകുന്ന രീതി എന്ന് പറഞ്ഞാൽ തൊണ്ടയ്ക്കകത്ത് മാക്രി അടിച്ച പോലെ അങ്ങോട്ട് വെച്ചിട്ട് തന്നെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ദൂതന്മാർ ഇറങ്ങുകയും ചെയ്യുന്നത് ആത്മാവിൽ കാണുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ സ്പ്രിങ് കയറി വരും. അപ്പം ഇയാൾക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ലേ? അല്ലേ, എനിക്കെല്ലാം അറിയാം. സ്തോത്രം, എനിക്കിതെല്ലാം അറിയാം. പക്ഷേ വെറുതെ നിങ്ങളെ പിമ്പിരി കയറ്റിയിട്ട് പോയാൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. ആമേൻ. പെന്തിക്കോസുകാരെ പിമ്പിരി കയറ്റിയിട്ട് പോകാനല്ല ദൈവം അയച്ചത്. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. മനസ്സിലായോ? പറയേണ്ടത് പറയാതെ ജനത്തെ ഇരുത്തി വഞ്ചിപ്പിക്കുന്ന പരിപാടികളൊക്കെ അവസാനിക്കണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കപ്പെടണം. ആമേൻ. അല്ലാതെ ഇവിടെ കിട്ടുന്ന ഭൗതിക നന്മകളെക്കുറിച്ച് പറഞ്ഞ് നശിപ്പിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയോ ഭാഷ? ഒത്തിരി വിരോധാഭാസമുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ 1-2 കാര്യം മാത്രം പറയാം. നമ്മൾ ചില ആളുകൾ ഇങ്ങനെ പാടും, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, പിന്നെന്താ വേണം? കർത്താവിൻ്റെ സന്നിധി ചെന്നാൽ മതി അല്ലേ? അടുത്തിട്ട് അടുത്തത് കൊതിയേറുന്നേ. പറ, നിങ്ങളാരും പാടാത്ത പോലെ ആണല്ലോ. കൊതിയേറുന്നേ അരികിൽ. ഇതെല്ലാം ആരാ കേട്ടോണ്ടിരിക്കുന്നത്? കർത്താവ് കേട്ടോണ്ടിരിക്കുക. അപ്പം കർത്താവ് സ്വർഗത്തിലിരുന്ന് ചിന്തിക്കുകയാണ്, അയ്യോ ഈ കൊച്ച് കുറച്ച് ദിവസമായിട്ട് കൊതിയേറുന്നു, പിന്നെ ലോകം വേണ്ട, ഇനി നമ്മളെങ്ങനെ ഇത് കേൾക്കാതിരിക്കും? അവിടെ സ്വർഗത്തിലൊരു കമ്മിറ്റി കൂടി, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്. ഇപ്പം എന്താ ഒരു വഴി? ഈ മാംസ രക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റത്തുമില്ല. ഇതിനെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പം ഇതെന്ത് ചെയ്യണം? പൊളിയണം. ഇത് പൊളിയണമല്ലോ. കൊച്ചാണെങ്കിൽ എല്ലാ ആഴ്ചയിലും പാടിക്കൊണ്ടിരിക്കുന്നു കൊതി ഏറുന്നേന്ന്. അവസാനം ഇതെല്ലാം കേട്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? എന്നാൽ പിന്നെ ഇങ്ങ് വിളിച്ചേക്കാം, ഒരു ക്യാൻസർ അങ്ങ് ഇട്ട് കൊടുത്തു. അടുത്ത ദിവസം തൊട്ട് 21 ദിവസം ഉപവാസ പ്രാർത്ഥന. കൊതിയും പോയി, മിണ്ടുന്നില്ല. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവർ കൈ ഉയർത്താൻ ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങളെല്ലാം കൈ വെക്കും. ഇന്ന് പോകാൻ താല്പര്യമുള്ളവർ വെക്കാൻ പറഞ്ഞാൽ ആരും പൊക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഈ ഭക്തി എന്നൊക്കെ പറയുന്നതൊന്നും നമ്മൾ ഈ പുറമേ കാണുന്നതോ കാണിക്കുന്നതാണെന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മുടെ അകത്ത് ദൈവമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരിക്കും.
അത് ഈ തെറ്റായ പഠിപ്പിക്കലും കൊണ്ട് ഉണ്ടാകുന്നേ പാസ്റ്റർമാർ. ദൈവദാസന്മാർ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. ഒരൊറ്റ വാക്യം മാത്രം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് ആ ഭാഗം വിട്ട് ഞാൻ തിരിച്ചു വരാം, സുവിശേഷത്തിലേക്ക് വരാം. ഒരു ഭാഗം, കാരണം എല്ലാം അങ്ങ് നിങ്ങൾക്കൊന്നും പറയാതിരിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇന്ന് മുതൽ ഈ പ്രസംഗം നടക്കുന്ന ഇന്ന് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു നിമിഷത്തെ ആയുസ് കർത്താവ് എനിക്ക് കൂട്ടിത്തന്നാൽ, ഇവിടുന്ന് അടുത്തൊരു ദിവസം ആയുസ് എനിക്ക് ദൈവം എനിക്ക് നീട്ടിത്തന്നാൽ, എനിക്കെൻ്റെ കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം. അങ്ങനെ തീരുമാനമുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും. കാരണം നമുക്ക് തീരുമാനത്തിൽ ചിലപ്പോൾ നിൽക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ വരും. ഓക്കെ, അങ്ങനെ മനസ്സിലൊരാഗ്രഹമുള്ളവർ അത് പറയാമല്ലോ, എനിക്ക് ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം എനിക്ക് കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം എന്ന് മനസ്സിലൊരാഗ്രഹമെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞു. ഇവരെല്ലാം കൈവക്കി, എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു വാക്യം 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12-ാം വാക്യം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചു കൊടുത്ത് ഈ കൈവക്കിയവരെല്ലാം ഒന്ന് കേൾക്കട്ടെ. 3:12 ഒന്ന് വായിച്ച്. എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും. മനസ്സുണ്ടെന്ന് പറഞ്ഞവരെല്ലാം ഒന്നുകൂടെ ഒന്ന് കൈവൊക്കെ. നിങ്ങൾക്കെല്ലാം എന്തുണ്ടാകുമെന്ന് എഴുതി വെച്ചേക്കുന്നത്? ഉപദ്രവം ഉണ്ട്. ഈ ഉപദ്രവം മാറാനാണ് നമ്മൾ TV കാണുന്ന പ്രവാചകനെ വിളിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല. പോകുമ്പോഴും വരുമ്പോഴും എല്ലാം എന്നെ കളിയാക്കുക, പരിഹസിക്കുക, ഉപദ്രവിക്കുക. ഇത് മാറാൻ വേണ്ടി ഒന്നുമില്ല മാമ, ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കാം, ബന്ധന വഴിക്കാം. അപ്പോൾ ഈ ഉപദ്രവമൊക്കെ മാറണം. അതിനുവേണ്ടി 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുക, ഉപവസിക്കുക, TV കാണുന്നതിന് വിളിക്കുക, കെട്ടഴിക്കുക. അപ്പോൾ ഈ അഴിക്കുന്നത് എന്താ? സത്യത്തിൽ കർത്താവിൻ്റെ ഭക്തിയായി ജീവിക്കണമെന്നുള്ള ആ മനസ്സാണ് ഈ ഉപവാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? തീരണം. അപ്പോൾ പിന്നെ ഉപദ്രവം എന്ത് ചെയ്യും? മാറും. ഇന്ന് വരെ ഈ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ജീവിച്ച കാലത്ത് നമുക്കിതൊന്നും ഇല്ലായിരുന്നോ? നമ്മൾ ദൈവത്തെ അറിയാതെ ജീവിച്ച കാലത്ത് നമുക്ക് ഈ കഷ്ടമൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അന്ന് നമുക്കില്ലാത്ത ഒന്നും ഇപ്പോൾ ഉണ്ട്, പ്രത്യാശ. അത്രേ വ്യത്യാസമുള്ളൂ. ഇന്നും നമുക്ക് അപ്പോസ്തലന്മാർ പറഞ്ഞു, നാം ഇങ്ങനെ അനേകം കഷ്ടങ്ങളിൽ കൂടി എവിടെ കയറണം? അങ്ങനല്ലേ ബൈബിൾ പറയുന്നത്. അപ്പം കഷ്ടമില്ല, ദുഃഖമില്ല, അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കെന്ന് പറഞ്ഞ് തങ്കവും കുങ്കുവും ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കമന്ന് വീഴുന്നത്? ഈ തങ്കവും താരും ഇമാരെല്ലാം വട്ടന്മാർ പറയുക അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം, കഷ്ടമില്ല കഷ്ടമില്ല കഷ്ടമില്ല. അപ്പോൾ ഈ കഷ്ടപ്പെടുന്ന ദൈവമക്കളോടൊക്കെ ദൈവം സോറി പറയൂ? അപ്പോൾ ഈ മണ്ടൻ ചിന്തകളും മണ്ടൻ പഠിപ്പിക്കലും വിട്ടിട്ട് ഒന്നൊരുങ്ങ്. ആമേൻ. വരുവാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. ലഭിക്കാനുള്ള നിത്യ തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടം സാരമില്ല. അത്രയെങ്കിലും പെന്തിക്കോസുകാർക്ക് വേണ്ടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വന്നത് വെറുതെ ആയിപ്പോ. അതുകൊണ്ട് 2 വാക്ക് പറഞ്ഞു വിട്ടതാണ്. തിരിച്ചു വരാൻ വിഷയത്തിലൂടെ. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത ബന്ധനം കിന്തനം എന്നൊക്കെ പറഞ്ഞു വരുന്നവനെയൊക്കെ മടൽപ്പെടുത്ത് ഓടിച്ചിട്ട് പ്രത്യാശയോടെ കർത്താവിനെ ആരാധിക്കുക. സ്തോത്രം. ആമേ. തിരിച്ചു വരാം. അപ്പം അതുകൊണ്ട് ദൂതസംഘം ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വായിക്കാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കൊടങ്ങാവിളയോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു വരാറായി. ആമേൻ. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവടുത്തിരിക്കുന്നു. സകലമാന ലോക സംഭവങ്ങളും വിരൽ ചൂണ്ടി വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു സത്യം, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് ആസന്നമായിരിക്കുന്നു. ക്രിസ്തു മടങ്ങി വരും. ദൂതന്മാരുടെ പ്രഖ്യാപനം കേട്ടുകൊണ്ട് ശിഷ്യന്മാരെന്ത് ചെയ്തു? വായിക്കാം. വായിച്ചോ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ യെരൂശലേമിലേക്ക്, ശ്രദ്ധിച്ചു കേട്ടോണം, ഇനി പറയുന്ന ചിന്തകൾ ശ്രദ്ധിച്ചു കേട്ടോണം. ശിഷ്യന്മാർ ദൂതന്മാരുടെ ആലോചന കേട്ടിട്ട് തിരിച്ച് യെരൂശലേം എന്ന പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. വന്നിട്ടോ അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടോണം. അവർ താമസിച്ചു കൊണ്ടിരുന്ന 2ാമത്തെ നിലയിലേക്കോ 3ാമത്തെ നിലയിലേക്കോ മാളിക മുറി മുകളിലാണെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. മുകളിലേക്ക് കയറിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടോ. കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഞാനൊന്ന് പരസ്യപ്പെടുത്താൻ പോവുകയാണ്. വേണമെങ്കിലൊന്ന് കുറിച്ചിട്ടോ. എന്തിനാന്ന് ഞാൻ പിന്നാലെ പറയാം.
കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. പത്രോസ്. ആരാണ് പത്രോസ്? ഒന്നാമത്തെ പോപ്പെന്നും മാർപ്പാപ്പയെന്നും നമ്മുടെ നാട്ടിലെ പല ക്രിസ്ത്യാനികളും ഇന്നും വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വസിച്ചോട്ടെ, നമുക്ക് പ്രശ്നം പിണക്കൊന്നുമില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഒന്നാമത്തെ പോപ്പെന്ന് പറയുന്ന പത്രോസ് ശ്ലീഹ. കേട്ടോണം, ലിസ്റ്റ് കേട്ടോണം. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ശ്ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അതെന്തിനാ നിങ്ങൾ വായിച്ചേ? നിങ്ങൾ പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരല്ലേ? അപ്പൊ പലരും പറയുന്നത് പെന്തക്കോസുകാർ അമ്മയില്ലാത്തവരാണ് എന്നാണ്. എന്നാ ഞാനൊന്ന് തെളിയിക്കാം, ഒന്ന് കേട്ടോ. യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നിൽക്കട്ടെ. അപ്പം ഇവിടെ പെന്തിക്കോസുകാരന്റെ വ്യാഖ്യാനം ഒന്നും ഇവിടെ ആർക്കും വേണ്ട, എഴുതിയത് മാത്രം വായിച്ചാൽ മതി. കയറിപ്പോയവരുടെ ലിസ്റ്റിൽ പത്രോസ്, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും മറ്റു സഹോദരങ്ങളോടും ഒപ്പം ഒരുമിച്ച് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഒന്നൂടെ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അവരെല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നപ്പോൾ. അങ്ങനെയാണോ? പെന്തക്കോസ്തുകാർ ആണോ? അങ്ങനെ ഒരു കാറും ഇല്ല അമ്മച്ചി. പെന്തക്കോസുകാർ അല്ല, പെന്തക്കോസ്തു നാൾ അല്ലേ? പെന്തക്കോസുകാർ എന്ന് പറഞ്ഞൊരു കാറും ഇല്ല അമ്മച്ചി. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ, നാൾ ദിവസം. എന്താണ് ദിവസം? പെന്തക്കോസ്തു ദിവസം എന്താ? 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം. സകല ദേശത്തിലുമുള്ള ആളുകൾ പെരുന്നാൾ കൂടാൻ യെരുശലേം പട്ടണത്തിൽ വരുന്ന ഉത്സവ ദിവസം, പെരുന്നാൾ ദിവസം വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പോഴോ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. പെട്ടെന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പ് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിച്ചു? അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകളെയാണ് നാട്ടുകാരെന്ത് വിളിക്കുന്നത്? പറ. പെന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ ഇല്ലേ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ്, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ. ഇവരെല്ലാവരും അന്യഭാഷ പറഞ്ഞിട്ടല്ലേ ഇങ്ങ് കൊടങ്ങാവിളയല്ല നിങ്ങൾ പറയാൻ തുടങ്ങിയത്? അതുകൊണ്ട് പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരാന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ തൻ്റെ ഇടത്തോടെ പറഞ്ഞോണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞു. മനസ്സിലായോ? ആ കൂട്ടമാണ് അവിടെ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയത്. അല്ലാതെ ഞങ്ങൾ ആരെങ്കിലും ഉറക്കപ്പിച്ചെന്ന് എഴുന്നേറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ല. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? ഒന്നാമത്തെ പോപ്പെന്ന് ക്രിസ്ത്യാനി പറയുന്ന പത്രോസ് ലീഹ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചെന്ന് കേൾക്കണ്ടേ? 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് 2:37 47 തീരും കേട്ടോ, ക്ഷമിക്കണ്ട. 2:37 പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ഒറ്റ പ്രസംഗം നടത്തിയപ്പോൾ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. കേട്ടവിടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു? ദൈവദാസന്മാരെ എന്താ കൊണ്ടേ പറ, നിങ്ങൾ പറ. കുത്തുകൊണ്ടു. നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? ഇതെല്ലാം കേട്ടിട്ട് അവിടെ ഇരുന്നവരെല്ലാം ഇക്കിളി കൊണ്ട് ആണോ? അല്ല, കേട്ടവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പം വിശ്വാസ സമൂഹം ഒരു കാര്യം ഓർത്തോണം. പുസ്തകത്തിൽ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല,
കേൾക്കുന്നവന്റെ ചങ്കത്ത് കത്തി കീറും. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചകത്തോട്ട് കയറുന്ന ജീവന്റെ വചനം ചങ്കത്തോട്ട് കയറി കുത്തുകൊണ്ടെന്ന് അല്ലേ? പക്ഷെ ഇന്ന് പെന്തിക്കോസുകാർക്ക് കുത്തുന്ന പ്രസംഗം വേണ്ട. പ്രസംഗിക്കാൻ ആരെ വിളിക്കണമെന്ന് കമ്മിറ്റി കൂടിയപ്പോൾ കമ്മിറ്റിക്കാർ ഒരാൾ പറഞ്ഞു, നമുക്ക് ഇന്ന ആളെ വിളിക്കാം. പുള്ളിയെ വിളിക്കണ്ട, പുള്ളി ഭയങ്കര കുത്തല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഷമീർ കൊല്ലത്തെ പ്രസംഗിക്കാൻ വിളിച്ചവരെല്ലാം ഭയങ്കര സ്നേഹം കൊണ്ടാ വിളിക്കുന്നതെന്ന്? എവിടെ? നിവർത്തിയില്ലാതെ വിളിക്കുന്നതാ. കാശ് മുടക്കുന്നവൻ എൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ എതിര് പറയാൻ പറ്റാത്തതുകൊണ്ട് സമ്മതിക്കുന്നതാ. അറിയാമോ? എനിക്ക് നന്നായിട്ട് അറിയാന്നേ. വചനത്തിന് വേണ്ടി നിൽക്കുന്ന എണ്ണപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അല്ല പുള്ളി എനിക്ക് എത്രണ്ണം നേരിട്ടറിയാം. പുള്ളിയൊന്നും വിളിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു സ്ഥലം പറയുന്നില്ല. ഒരു സ്ഥലത്ത് കൺവെൻഷന് 3 ദിവസം വിളിച്ചു. അവിടുത്തെ പാസ്റ്ററും അവിടുത്തെ മറ്റൊരു കൂട്ട് ദൈവദാസനും കൂടെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് വിളിച്ചത്. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കമ്മിറ്റിക്കാരായ 1-2 അണ്ണന്മാർ ഭയങ്കര എതിർപ്പാ. എന്നെ വിളിക്കാൻ പാടില്ല, പുള്ളി പെന്തക്കോസുകാരെ പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കര സംഭവമാണ്. ലാസ്റ്റ് ചുരുക്കി പറഞ്ഞാൽ എടുത്ത ദൈവദാസൻ തീരുമാനമെടുത്ത് വിളിച്ചു. 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടുകാർ എല്ലാം പറഞ്ഞു, പിന്നെ ഇങ്ങനെ വേണം യോഗം വെക്കാൻ കേട്ടോ, നിങ്ങൾ ഇനിയും വെക്കണം കേട്ടോ, അതിൻ്റെ ചിലവ് വേണം, ഞങ്ങളും കൂടെ വഹിക്കാമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ലവ്മാർ എൻ്റെ അടുത്ത് മുടിഞ്ഞ സ്നേഹം. ഈ ഉടക്കിയന്മാർ എന്നെ ആഹാരം മേടിച്ചു തരാൻ കൊണ്ടുപോകുന്നു, ഉറക്കാൻ കൊണ്ടുപോകുന്നു. ഞങ്ങളാ പാസ്റ്റർ വിളിക്കാൻ മുന്നിട്ട് നിന്ന കേട്ടോന്ന്. ഞാൻ പറഞ്ഞു പിന്നെ എനിക്കത് നന്നായിട്ട് അറിയാമല്ലോ എന്ന് ഞാനും പറഞ്ഞു. മനസ്സിലായോ കാര്യം? പലർക്കും വിളിക്കുന്നവരെ സന്തോഷിപ്പിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ്. അങ്ങനല്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ കേൾക്കുന്നവൻ്റെ ചങ്കത്ത് കുത്തുകൊള്ളുന്നതാകണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ആമേൻ. ആത്മാവിൻ്റെ നിറവിൽ പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോൾ കുത്താ കൊണ്ടത്. ഇന്നതൊന്നും വേണ്ട പാസ്റ്ററേ, ഇന്നൊന്നും വേണ്ട. ഇന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞൊക്കെ ആളുകൾ ഇറങ്ങി പോകുമ്പോൾ ഒരു പെണ്ണുങ്ങൾ ഫോണിൽ നിന്ന്, അയ്യോ 5 മിസ് കോൾ, ആരാണോ എന്തോ എടി വിളിച്ചായിരുന്നോടി? വിളിച്ചായിരുന്നു, യോഗത്തിലായിരുന്നു, അതാ എടുക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്നടി? അയ്യോ ഒന്ന് വരണമായിരുന്നടി, ചിരി 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 ചിരി. ഇതാ ഇപ്പോഴത്തെ പരിപാടി സത്യമായിട്ടും. അപ്പം ജനം ചിരിക്കാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പ്രസംഗരും എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങ് വാളി പഠിച്ച് 11 മണി വരെ ചിരിപ്പിക്കാൻ അങ്ങ് തീരുമാനിച്ചു. ആദ്യകാലത്തെ അനുഭവമൊക്കെ പോയി. മാനസാന്തരമില്ല, കുറ്റബോധം വരുന്നില്ല, പാപബോധം വരുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കളിച്ചിരിക്കാനുള്ള സമയമല്ലത്, കർത്താവ് വരാറായി. തമാശ പറഞ്ഞിരിക്കാനുള്ള നേരമല്ലത്, കർത്താവ് വരാറായി. അതുകൊണ്ട് പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചനം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവരുടെ ചങ്കത്ത് കുത്തുകൊണ്ടെന്ന്, ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊണ്ടവരെല്ലാം കൂടെ നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. എന്താ വായിച്ചേ? സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പറ, നിങ്ങൾ ഓരോ വാചകം പ്രസംഗിക്കുമ്പോഴും ഞങ്ങളുടെ ചങ്കത്ത് കുത്തുകൊള്ളുമായിരുന്നു, പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, പോപ്പ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. കണ്ടോ? ഒന്നാമത്തെ പോപ്പിന്റെ പ്രഖ്യാപനം. അകത്തു കയറിയ പാപം പുറത്തു പോകണോ? ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട. ആമേൻ. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, പാപമോചനം ലഭിക്കും. പോപ്പ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളും അത് തന്നെയല്ലേ പറയുന്നേ? ഈ ഒന്നാമത്തെ പോപ്പ് ഇങ്ങനെ പറയാതെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഞങ്ങളുടെ അടുക്കൽ വന്ന് കുമ്പസരിപ്പീൻ എന്ന് അങ്ങേര് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനും അങ്ങനെ പറയത്തുള്ളായിരുന്നു. എന്ത് ചെയ്യാനാ? ഗതികേടിന് അങ്ങേരങ്ങനെ പറഞ്ഞില്ല. തലേ കയറിയോ?
പത്രോസ്ലീഹ എന്ന് പലരും വിശ്വസിക്കുന്ന അദ്ദേഹം പറഞ്ഞത് പാപമോചനം വേണോ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഞങ്ങളത് ആവർത്തിക്കുന്നേ ഉള്ളൂ. പുതിയ കണ്ടുപിടുത്തമൊന്നും കൊണ്ടുവന്നവരല്ല ബെന്തിക്കോസുകാര്. അന്ന് 1-ാം നൂറ്റാണ്ടിൽ പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞത്, ഇന്നും ഞങ്ങൾ തെരുക്കോരങ്ങളിൽ തെരുകോണുകളിൽ പൊട്ടന്മാരെ പോലെ വിളംബരം ചെയ്യുന്നു. അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം വേണോ, സകല തിന്മകളിൽ നിന്ന് വിടുതൽ വേണോ, നരകത്തിൽ നിന്ന് മോചനം വേണോ, നന്മയുള്ളൊരു ജീവിതം നയിക്കണോ, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. പത്രോസിന്റെ പ്രഖ്യാപനം അത് തന്നെയാണ് സുഹൃത്തെ ഞങ്ങളും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് 1-2 സംശയങ്ങളുണ്ട്. അത് പറയാതെ പോകാൻ നോക്കിയല്ല. പക്ഷേ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പാപമോചനം കിട്ടുമെന്നല്ലേ പാസ്റ്റർ പ്രസംഗിച്ച്? അതെ അതെ, ഞങ്ങൾ സ്നാനപ്പെട്ടതാ പാസ്റ്റർ. ആഹാ, എന്നാ? കുഞ്ഞുവാവയായിരിക്കും. ഓ, കുഞ്ഞുവാവയായിരിക്കുമ്പോൾ സ്നാനപ്പെട്ടാൽ പിന്നെ അല്ല, ഒരു സംശയം. അപ്പം മാനസാന്തരോ? അത് വളർന്നിട്ട് പോരെ? അങ്ങനെ അല്ലല്ലോ. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ എന്നാണല്ലോ. അല്ല, അതിപ്പോൾ തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ആദ്യം സ്നാനപ്പെട്ട് വളരുമ്പോൾ മാനസാന്തരം. നമ്മളെല്ലാം ഇന്ന് കുളിച്ചായിരുന്നു അല്ലേ? കുളിച്ചു. തല തോർത്തിയോ? തോർത്തി. വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ ശീലം. നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്താം, പിന്നെ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തത്? പ്രിയപ്പെട്ടവരെ, പിന്നെയും തോർത്തേണ്ടി വരും എന്നുള്ളതാണ് സത്യം അല്ലേ? അതെ. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം തലതിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപ്പുള്ളി മാറ്റം വരാത്ത ദൈവവചനത്തെ ആരും തലതിരിക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് അടുത്ത വചനം കിടക്കുമ്പോൾ ആദ്യം നടക്കേണ്ടത് വിശ്വാസം. വിശ്വാസവും മാനസാന്തരവും ഒരിക്കലും ഒരു കുഞ്ഞിൽ സംഭവിക്കില്ല. മാനസാന്തരമെന്ന് പേപ്പർ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്തു വെച്ച് 2000 വർഷം കൊടുത്ത യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നൊന്നും മരിച്ചെന്ന് ഉടക്കപ്പെട്ടു നിന്നെ ചേർക്കാൻ വേണ്ടി വരുന്നു. കുഞ്ഞേ, നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? എന്നല്ലേ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. സ്നാനപ്പെടുത്തിക്കോ. അതാണ് വേദപുസ്തകത്തിലെ സ്നാനം. അപ്പം ചില ആളുകൾ പറയും, പക്ഷേ അത് കുഞ്ഞിനെ ഏറ്റു പറയാൻ പറ്റത്തില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഏറ്റു പറയാൻ പകരത്തിന് ഒരാളെ പുറകിൽ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അത് പാസ്റ്റർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. എന്നാൽ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. പള്ളി കല്യാണത്തിന് പോയിട്ടുണ്ടോ? പറ. പോയിട്ടില്ലേ? ആരാധന മുടക്കി കല്യാണത്തിന് പോകുന്ന ടീമുകൾ ഇരിക്കുന്ന കണ്ടില്ലേ? പോയിട്ടില്ലെന്ന്. കല്യാണത്തിന് പോകുമ്പോൾ പുരോഹിതന്മാരെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇല്ലേ പാസ്റ്ററേ? ഇങ്ങനെ ചോദിക്കും, സൂസമ്മേ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെയും മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? അല്ലേ? ചോദിക്കില്ലേ? അന്നേരം ഈ പെണ്ണിൻ്റെ അപ്പൻ, സ്വന്തം അപ്പൻ, ജനിപ്പിച്ചപ്പൻ, സ്വന്തം അപ്പൻ പുറകെ നിന്നുകൊണ്ട് പറയാ, സമ്മതമാണ്, കെട്ടിക്കോ. അതിനാ സ്വന്തം അപ്പനല്ലേ? പിന്നെന്നാ കെട്ടിക്കോ എന്ന് പറ, വാതുറന്ന് പറ. ഇല്ല. അച്ഛന്മാരെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. അവർ വീണ്ടും ചോദിക്കും, പറയൂ സൂസമ്മയെ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പെണ്ണിൻ്റെ അമ്മ അവിടെ നിന്നുണ്ട്, സമ്മതമാച്ചോ, അവളാ കെട്ടണം എന്ന് പറഞ്ഞ് നടന്നേ, അങ്ങോട്ട് കെട്ടിക്കോ പാസ്റ്ററേ. എൻ്റെ അറിവിൽ ഒരു പുരോഹിതന്മാരും കെട്ടിക്കില്ല. അവർ വീണ്ടും ചോദിക്കും, സൂസമ്മയെ, നിനക്ക് സമ്മതമാണോ? ആര് പറയണം? നിങ്ങൾ പറ ഉത്തരം. മണവാട്ടി പദത്തിൽ ഇരിക്കുന്നതാരോ അവൾ പറയണം, എനിക്ക് ഈ മണവാളൻ മതി, എനിക്ക് സമ്മതമാണ്. ശ്രദ്ധിച്ചോ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റതള്ള പറഞ്ഞ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പൻ പറഞ്ഞ പോരെങ്കിൽ, സ്വർലോക മണവാട്ടിയാകാൻ ആരാ സഭ? 2 കൊരിന്തി 11:2, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടി സഭ. കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്ത സഭ. സ്വർലോക മണവാട്ടിയാകാൻ പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല. നീ ഏറ്റു പറയണം, യേശുവേ,
അങ്ങേ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ ദൈവവുമായി ഞാനിത് സ്വീകരിക്കുന്നു, അങ്ങയുടെ കാന്തയാകാൻ ഞാൻ തയ്യാറാണ് എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. ആ പ്രോസസ്സ് ഒരു കുഞ്ഞിൽ നടക്കില്ല. അപ്പോൾ വേറൊരാൾ വന്നിട്ടു, പക്ഷേ കറക്റ്റ് അത് മനസ്സിലായിക്കോട്ടെ, ഇപ്പോഴാണ് പിടി കിട്ടിയ. പക്ഷെ ഒരു സംശയമുണ്ട്. എന്താ? ക്രൂശിലെ കള്ളം ശാനപ്പെട്ടില്ലല്ലോ. പാവങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ പറ്റിച്ചു വെച്ചേക്കുന്നതെന്നറിയാമോ? ക്രൂശിലെ കള്ളം ശാനപ്പെട്ടില്ലല്ലോ. സ്വർഗത്തീരുത്തുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ, പിന്നെന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ ന്യായപ്രമാണത്തിന് കീഴിലാണോ മരിച്ചത്, കൃപായുഗത്തിലാണോ മരിച്ചത്? പറ. അതിപ്പോൾ ന്യായപ്രമാണ യുഗം ഏതാ, കൃപായുഗം ഏതാന്ന് അറിയാതിരിക്കുന്ന എന്നോടോ? പറഞ്ഞു തരാം. മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴെയും, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി വീണ്ടും വരവ് വരെയുള്ളവരെല്ലാം കൃപയാലുള്ള രക്ഷായുഗത്തിലും. ഇതിലേതിലാ കള്ളന്മാർ മരിച്ചെന്ന് ഇനി പറ. എന്നിട്ടും തലേ കയറിയില്ലേ? യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിനും അടക്കപ്പെടുന്നതിനും മുൻപ്, അഥവാ ന്യായപ്രമാണത്തിന് കീഴെ. ന്യായപ്രമാണത്തിന് കീഴെ ജീവിച്ചവരോട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ സ്വർഗീയ ദൂതെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിനെന്നാണ്. ആ മാനസാന്തരമാണ് കള്ളൻ എവിടെ വെച്ചുണ്ടായത്? ക്രൂശിൽ വെച്ചുണ്ടായത്. അതുകൊണ്ട് പർദീസയിലിരുത്താന്ന് പറഞ്ഞു. കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പത്രോസ്ലീഹ പറഞ്ഞത് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും സ്നാനമേൽക്കാനാണ്. അപ്പോഴാ നീ ന്യായപ്രമാണത്തിലെ കള്ളനെയും പിടിച്ചുകൊണ്ട് നരകത്തിൽ പോകാൻ നിൽക്കുന്നത്. വല്ലതും തലേ കയറിയോ? അതുകൊണ്ട് കുഞ്ഞേ, നീ നിത്യതയിൽ പോകണമെങ്കിൽ ഇന്ന് ഈ യോഗം കഴിയുമ്പോൾ തീരുമാനമെടുത്തോ, എനിക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം. തടസ്സം പറയുന്ന ഒരുത്തനും റെക്കമെൻഡ് ചെയ്യാൻ അങ്ങോട്ട് വരികയില്ല. അതോർത്താൽ നല്ലത്. ഇത് ഷമീർ കൊല്ലം പറയുന്നത് നാളെ നിങ്ങളെയും കൊണ്ട് കൊടുങ്ങാവിളയിൽ അടുത്ത ചർച്ച ഉണ്ടാക്കാനല്ല. രാത്രി പ്രസംഗിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോകും. പക്ഷെ ദൈവം നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചത് അത് ഞാൻ അറിഞ്ഞില്ല എന്ന് നാളെ നിങ്ങൾ നിത്യതയിൽ പറഞ്ഞാൽ, ഇന്നിവിടെ നടക്കുന്ന ഈ രംഗം സ്വർഗം അവിടെ ഡിസ്പ്ലേ ചെയ്യും. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ പൊന്നു കർത്താവേ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇവിടെ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാകാലം യൂട്യൂബിൽ കിടക്കുമെങ്കിൽ ഇതിനേക്കാൾ നല്ല മെഗാ പിക്സലായിട്ടുള്ള ക്യാമറ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണാണ്. അവിടെ നിനക്കിത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, കൊല്ലത്തുനിന്ന് ഒരുത്തനെ കൊണ്ടുവന്ന് തത്തയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന പോലെ നിൻ്റെ മുമ്പിലിരുത്തി പറഞ്ഞു തന്നിട്ടും നീ കേട്ടില്ലെങ്കിൽ തീച്ചൂളക്കകത്തോട്ട് നിന്നെ തള്ളിയിടുക അല്ലാതെ നീ അറിഞ്ഞില്ലെന്ന് പറയുന്ന ഉഡായിപ്പ് പരിപാടിയൊന്നും അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇനി ഒരു അവസരം ദൈവം എനിക്ക് തന്നാൽ ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമെന്ന് മാറാത്തൊരു തീരുമാനമെടുത്തു വേണം ഈ ഗ്രൗണ്ടിൽ നിന്ന് രാത്രി എഴുന്നേൽക്കാൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. അങ്ങനെ ഏറ്റുപറഞ്ഞാലേ സ്നാനപ്പെടാൻ പറ്റൂ എന്ന് ബൈബിളിൽ എവിടെങ്കിലും തെളിവുണ്ടോ പാസ്റ്ററെ? ഒരു തെളിവും കൂടെ വായിച്ച് തിരിച്ചു വരാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 26 മുതലുള്ള ഒരു ഭാഗവും കൂടെ വായിച്ച് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. വായിച്ചാട്ടെ. അനന്തരം കർത്താവിന്റെ ദൂതൻ, ഒന്ന് നിർത്തി വായിക്കണം, ചിന്തിച്ചു പോകാം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസ് ഉപദേശിയോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം. ഫിലിപ്പോസ് ഉപദേശിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഉപദേശി ആ ആളൊഴിഞ്ഞ ദേശത്തൂടെ ഒന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇത്രയുള്ള കാര്യം. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ, ഫിലിപ്പോസ് ഉപദേശി അങ്ങനെ ഓടിച്ചെന്നപ്പോൾ, കന്തക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായിരിക്കുന്ന ഒരു ഐത്യോപ്യനെ കണ്ടു. അയ്യോ, എന്നാ ഭാഷ ഈ പറഞ്ഞത്? ഷണ്ടൻ, മകാന്, ഭണ്ഡാരം ഒന്നുമില്ല. ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടു. ഇത്രയേ ഉള്ളൂ. തലേ കയറിയോ? ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഷണ്ണനെ കണ്ടു. അടുത്തത്, അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയും. അപ്പൊ ആൾ എവിടെ പോയിട്ട് വരിക? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയായി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പോലെ പറഞ്ഞു തരുന്നത്. ആൾ എവിടെ പോയിട്ട് വരിക?
അന്നത്തെ യഹൂദന്മാരുടെ പള്ളിയായിരിക്കുന്ന യെരുശലേം പള്ളിയിൽ പോയി. എന്തിനാ? കോഴി കച്ചവടം നടത്താൻ? കച്ചവടം നടത്താനല്ല, നമസ്കരിക്കാൻ, കുർബാന കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴി. കച്ചവടക്കാരൊക്കെ ഇപ്പം നമ്മുടെ അടുത്തല്ലേ. പണ്ട് യെരുശലേമിൻ്റെ അവിടെ കച്ചവടക്കാരുണ്ടായിരുന്നു. കർത്താവ് വന്നിട്ട് ഒരു കയറ് പിരിച്ചൊരു ചാട്ട ഉണ്ടാക്കി എല്ലാത്തിനോടും വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും, അല്ലേ, വിൽക്കുന്നവനെയും വാങ്ങാൻ വരുന്നവന്മാരെയും കൂടെ ഒന്നിച്ച് ചാട്ടയ്ക്ക് അടിക്കാനായിട്ട് ഓടിച്ചപ്പം അന്നെല്ലാം കൂടെ പറക്കി കെട്ടി ഒറ്റ ഓട്ടം ഓടിയവർ ഈ പകുതി പേരും കുമ്പനാട്ട് ഗ്രൗണ്ടിൽ വന്നാണ് വീണത്. ഇപ്പം കച്ചവടക്കാർ മൊത്തം അവിടെ അല്ലേ പക്ഷേ ഇഷ്ടം പോലെ കച്ചവടക്കാരാണ് ഇപ്പോൾ അവിടെ. കുറച്ച് പേര് കുമ്പനാട്ട് വീണു, കുറച്ച് പേര് പുനലൂർ വീണു, അവരിപ്പോൾ അടൂരിലോട്ടായി. പിന്നെ കുറച്ച് പേര് തിരുവല്ലായിൽ പോയി വീണു. അങ്ങനെ കച്ചവടക്കാർ മൊത്തം അവിടെയാണ്. ഇവനെ ഒന്നും അടിച്ചു ഓടിക്കാനും ഒന്നും വരുത്തനും എന്നാ സ്വോത്രമൊക്കെ പോയല്ലോ. അന്നത്തെ ആലയത്തിലെ കുറിച്ച് എഴുതിയിരിക്കുന്നു അങ്ങനെ തന്നെയല്ലേ. വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും തന്നെയല്ലേ. ആ വാങ്ങുന്നവരും വിൽക്കുന്നവരും എവിടെ ഉണ്ടോ അതാണ് കച്ചവടം. അത്രേ ഉള്ളൂ. നമുക്ക് അത് തെറ്റും ഇത് ശരിയായിട്ട് തോന്നുന്നെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ കുഴപ്പമാണ് അത്. മനസ്സിലായോ? ആലയത്തിൻ്റെ ഗ്രൗണ്ടിൽ ഏറ്റവും വലിയൊരു കോമഡി എന്തെന്നറിയോ? ഒരിക്കൽ ഞാൻ ഇവിടെ തിരുവനന്തപുരത്തുള്ളൊരു വലിയ ഗ്രൗണ്ട് പ്രസംഗമുണ്ട്. അതിൻ്റെ പേര് തന്നെ ആ സ്ഥലത്തിൻ്റെ പേരാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിക്കുക ഗ്രൗണ്ടിൽ. അന്ന് ഞാൻ പ്രസംഗിച്ചു, എടാ കുഞ്ഞെ, യേശു ജീവിച്ചിരുന്ന കാലത്ത് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സമ്പ്രദായം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. യേശുവിൻ്റെ ഫോട്ടോ ആരും എടുത്തിട്ടുമില്ല. അല്ലാതെ നീൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവളൊട്ടിയ യേശു ഒന്നുമല്ല യേശു. അതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ല. പലരും വീട്ടിൽ 8 ഫോട്ടോ ഇരിപ്പുണ്ടെങ്കിൽ 8ലും 8 യേശുവാ അല്ലേ, 8 മുഖമല്ലേ. അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൽ അവൻ വരച്ച് വെച്ച ആടാ ഉവയെന്നൊക്കെ ഞാൻ സ്റ്റേജ് പ്രസംഗിച്ചേച്ച് ആശീർവാദം പറഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പം ഗ്രൗണ്ടിലെ സ്റ്റാളിലിരിക്കുന്നു 10 യേശു. അങ്ങനെയുണ്ട്. ഇതാ ഗതി. ഇപ്പം പിന്നെ യേശുവിൻ്റെ കൂടെ മായാവിയുണ്ട്, ഡിങ്കനുണ്ട്. കണ്ടോ നിങ്ങളുടെയൊക്കെ സ്വോത്രം പോയ പോക്ക് കണ്ടോ? എനിക്കറിയാം സത്യം പറയുമ്പോഴത്തേക്ക് വലിയ സ്വോത്രമൊന്നും പോട്ടെ. ഏതായാലും ഷണ്ടം പോയത് അവിടെ കച്ചവടം നടത്താനല്ല. യെരുശലേം പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് കുർബാനയൊക്കെ അടിച്ച് തിരിച്ചു മടങ്ങി വരുന്ന വഴി വായിച്ചോ. തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ന്യായപ്രമാണത്തിന്റെ ചുരുളെടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വാക്ക്, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കാം എന്ന് പറഞ്ഞു. തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ, ഫിലിപ്പോസ് ഉപദേശി വണ്ടിയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. ഈ അധികാരി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഉപദേശി കേട്ടു. എന്താണ് വായിച്ചത്? നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഉടനെ ഉപദേശി ചോദിക്കും അധികാരിയോട്, സാറേ പള്ളിയിൽ പോയിട്ട് വരുമായിരിക്കും, ന്യായപ്രമാണം വായിക്കുവാണോ? അതെ. സാറ് വായിക്കുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നത്തെ അച്ചായന്മാരെങ്ങാണോ ആണെങ്കിൽ ഉപദേശിയുടെ ചെവിക്കലിനിട്ട് അടിച്ചേനെ. പോടെ ഉപദേശി, വർഷങ്ങളായിട്ട് പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് കുർബാന അടിച്ചുകൊണ്ട് വരുന്ന എൻ്റെ അടുത്ത് ഇന്നലെ എങ്ങാണ്ടൊരു വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് തുള്ളാൻ ഇറങ്ങിയിട്ട് മനസ്സിലായോ ഒന്ന് അല്ലേ എന്നൊക്കെ ഇന്നത്തെ അച്ചായന്മാർ ചോദിച്ചേനെ. പക്ഷെ അധികാരി എന്താ ചോദിച്ചേ? ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. അധികാരി പറയാ, ഉപദേശി ഇതൊക്കെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമല്ലല്ലോ ഈ എഴുതി വെച്ചേക്കുന്നത്. ഇതിൻ്റെ പൊരുൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാലല്ലേ മനസ്സിലാകൂ. അതിനെങ്ങനെ പറയാൻ സമ്മതിക്കണ്ടേ? അതിനു മുമ്പേ അടിക്കാൻ നിൽക്കുകയല്ലേ നീ അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ നമ്മൾ ഈ വരുന്നത്. പറയാൻ നിൽക്കുന്നതിന് മുമ്പേ തല്ലാൻ നിൽക്കുകയല്ലേ? പിന്നെ എങ്ങനെ പറയും? ഒന്ന് പൊരുൾ തിരിച്ചു തന്നാലല്ലേ മനസ്സിലാകൂ എന്ന് ചോദിച്ചു. അടുത്ത വാക്ക്, ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. അധികാരി ഉപദേശിയോട് അപേക്ഷിക്കുക, ഉപദേശി പ്ലീസ് ഈ വണ്ടിക്കകത്തോട്ട് കയറി ഇരുന്ന് ഒന്ന് പറഞ്ഞതാ. ഇന്നത്തെ അച്ചായന്മാർ പറയുന്ന ഉപദേശിമാരെ വീട്ടിൽ കേട്ടില്ലെന്ന്. പക്ഷെ അധികാരി പറഞ്ഞു ഇങ്ങോട്ട് കയറി ഇരുന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അടുത്ത വാക്ക്, തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അധികാരി വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗമാണ് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്രിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. അങ്ങനല്ലേ? അന്നാ ബാക്കി വായിച്ചു.
ഷണ്ണൻ ഫിലിപ്പോസിനോട്, അധികാരി ഉപദേശിയോട്, ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? ഉപദേശി ഇത് ആരെ കുറിച്ചാണ് ഈ ആടിനെ അറുത്ത കാര്യമൊക്കെ പറയുന്നത്? ഇത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചു. തന്നെ കുറിച്ചോ? ഇനി എന്നെ അറക്കുന്ന കാര്യം വല്ലതും ആണോ എന്ന് ചോദിച്ചു. മറ്റൊരുത്തരെ കുറിച്ചാണെന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും കുറിച്ചാണോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അടുത്ത വാക്ക്, ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ശ്രദ്ധിച്ചു കേട്ടോണം. ഫിലിപ്പോസ് ഉപദേശി ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. എന്തറിയിക്കാൻ തുടങ്ങി? സഭ പറഞ്ഞേ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അറിയിച്ചതെന്താ? സുവിശേഷം. അറിയിച്ചതെന്താ? സുവിശേഷം. എന്നാ സംഭവിച്ചതെന്താ? അടുത്ത വാക്ക്, അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. ഉപദേശി വെള്ളമുള്ള ഒരു സ്ഥലം, എനിക്ക് സ്നാനപ്പെടണം, എന്തെങ്കിലും തടസ്സമുണ്ടോന്ന് ഇയാൾ എന്താ പറഞ്ഞേ? അല്ലല്ല, ഉപദേശി എന്താ പറഞ്ഞേ? പറ. സുവിശേഷം. കേട്ടവൻ എന്താ ആവശ്യപ്പെടുന്നത്? സ്നാനം. അപ്പൊ സുവിശേഷം കേൾക്കുമ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയതല്ല, അന്ന് തുടങ്ങിയതാണ്. മനസ്സിലായോ? അപ്പൊ ആൾ എവിടെ പോയിട്ട് വരിക? പള്ളിയിൽ പോയിട്ട് വരിക. സുവിശേഷം കേട്ടത് ആരെ കണ്ടപ്പോഴാ? ഉപദേശം കണ്ട. അപ്പൊ പള്ളിയിൽ പോകുന്നതൊക്കെ നല്ലതാ. ഉപദേശിമാരടുത്ത് വന്നാൽ സുവിശേഷം കേൾക്കാം. സുവിശേഷം കേട്ടപ്പോൾ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം, എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. അടുത്ത വാക്ക്, അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആഹാം എന്ന് പറഞ്ഞു. സ്നാനപ്പെടുന്നതിനൊരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. ഇതെങ്ങനെ ഒരു കുഞ്ഞിൽ നടക്കും? പറ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. നടക്കുവോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തെറ്റാന്ന്. മനസ്സിലായോ? അടുത്ത വാക്ക്, യേശു ദൈവപുത്രനെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവനാണോ പറഞ്ഞത് അതോ പറയാൻ വല്ലവരെയും പുറകെ നിർത്തിയിട്ടുണ്ടെന്നോ? ഇല്ല, അവൻ തന്നെ പറഞ്ഞല്ലേ. അവൻ പറഞ്ഞു. അടുത്ത വാക്ക്, അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെയാണ് ഒരു ചോദ്യമുണ്ട് പാസ്റ്ററെ. തേര് നിർത്താൻ കൽപ്പിച്ചെങ്കിൽ കൽപ്പന കേൾക്കാൻ ഒരാൾ വേണ്ടേ? എന്തായാലും കുതിരയോടല്ലോ പറഞ്ഞത്, അല്ലേ? ഷണ്ടനുണ്ട്, ഫിലിപ്പോസുണ്ട്. തേര് നിർത്തണമെന്ന് കൽപ്പിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. ആരോടായിരിക്കും കൽപ്പിച്ചത്? വണ്ടിക്കാരനോട് അല്ലെങ്കിൽ ഡ്രൈവറോട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഡ്രൈവറോട് പറഞ്ഞാൽ പോരെ, ഡേയ് ഡ്രൈവറെ, അപ്പം ആ കുളത്തിൽ നിന്ന് ഇച്ചിരി വെള്ളം കോരിക്കൊണ്ട് വരും പറഞ്ഞാൽ പോരെ? ചെയ്യൂലേ? ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് കോവളത്ത് വന്നൊരു വണ്ടി വിളിച്ച് ടൂറിസ്റ്റുകാരൻ അങ്ങോട്ട് പോകുമ്പം ആ ഡ്രൈവറോട് ഡേ വണ്ടി നിർത്തിയിട്ട് ഒരു ബോട്ടിൽ പെപ്സി ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്ന് പറഞ്ഞാൽ ഡ്രൈവർ മേടിച്ചുകൊണ്ട് വരില്ലേ? വരും. ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന മന്ത്രി വണ്ടി നിർത്താൻ പറഞ്ഞു, നിർത്തി. അങ്ങനെയാണെങ്കിൽ അവനോട് പറഞ്ഞാൽ പോരെ, ഒരു തളികയിൽ ഇച്ചിരി വെള്ളം കോരിക്കൊണ്ട് വന്ന് ഈ ഉപദേശിയുടെ കയ്യിലോട്ട് കൊടുക്ക്, എൻ്റെ തലയിലോട്ട് തളിക്കട്ടെന്ന് പറഞ്ഞാൽ പോരെ? പക്ഷെ എന്താ സംഭവിച്ച? അടുത്ത വാക്ക്, ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. നേരത്തെ തയ്യാറാക്കി ടൈൽസ് ഒട്ടിച്ച് വെച്ചിരുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തോട്ട് ഇറങ്ങിയെന്നല്ല, പ്രതീക്ഷിക്കാതെ വഴി പോയപ്പോൾ കണ്ടൊരു കുളം, പോത്തിനെ കുളിപ്പിക്കുന്ന കുളത്തിൽ പെന്തിക്കോസുകാർ മുങ്ങുന്നെന്ന് നാട്ടുകാർ പറയുന്ന പോലെ വഴി കണ്ടൊരു കുളത്തിൽ നിർത്തി സ്നാനപ്പെടുന്നവനും സ്നാനപ്പെടുത്തുന്നവനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അടുത്ത വാക്ക്, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അല്ല, അതിനു മുമ്പ് അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി. അടുത്തത്, അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അടുത്തത്, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ, വെള്ളത്തിൽ ഇറങ്ങിയതും പുസ്തകത്തിലുണ്ട്, വെള്ളത്തിൽ നിന്ന് കയറിയതും പുസ്തകത്തിലുണ്ട്. അവർ ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സ്നാനപ്പെടേണ്ടിയവനും സ്നാനപ്പെടുത്തുന്നവനും വെള്ളത്തിലിറങ്ങി നിൽക്കണം. സ്നാനമേൽക്കുന്ന സ്ഥാനാർത്ഥി ഏറ്റുപറയണം. ഇതെല്ലാം പുസ്തകത്തിൻ്റെ പ്രമാണമാണ്, ഞങ്ങളാരും കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇനിയെങ്കിലും നരകത്തിൽ പോയി പതിക്കാതിരിക്കണമെങ്കിൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവകൽപ്പന അനുസരിക്കാൻ തീരുമാനിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ബദ്ധപ്പാട് മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ആമേൻ, കൽപ്പന അനുസരിക്കുക, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുക. അപ്പം ചില ആളുകൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, പാസ്റ്ററേ നിങ്ങൾ ഈ പറയുന്ന പോലെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി സ്നാനപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇന്നുവരെയും ചോദിച്ചതല്ല യേശു അപ്പ എനിക്ക് തന്നു. ഒരു വീട് ചോദിച്ചു, നല്ല വീട് തന്നു.
ഒരു കാറ് ചോദിച്ചു, 2 കാറ് തന്നു. നല്ല കുടുംബജീവിതം ചോദിച്ചു, നല്ല കുടുംബജീവിതം. 2 മക്കളെ ചോദിച്ചപ്പോൾ 5 മക്കളെ തന്നു. 1 സെൻറ്റ് ഭൂമി ചോദിച്ചപ്പോൾ 1 ഏക്കർ റബ്ബർ. അങ്ങനെ ഇന്ന് വരെയും ചോദിച്ചതെല്ലാം എനിക്ക് തന്നു. മാത്രമാണോ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കാണും പാസ്റ്ററെ, ദർശനം കാണും. ഇങ്ങനെയൊക്കെ പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ ദർശനം കാണാനും നന്മ ലഭിക്കാനും സ്നാനപ്പെടണമെന്നില്ല. തെളിവ് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 1-ാം വാക്യം. കൈസരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പേരുള്ള ശതാധിപനുണ്ടായിരുന്നു. കൊർന്നല്യോസ് എന്ന് പേരുന്നുള്ള ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അവനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന യോഗ്യത വായിക്കാൻ പോവുക. കേട്ടോണം. പെന്തിക്കോസുകാർക്ക് പോലും പറയാൻ പറ്റാത്ത യോഗ്യത ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചോ. അവൻ ഭക്തനും. 1, അവൻ ആരാ പറ? ഭക്തൻ. 2, തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. 2, കുടുംബമായി ദൈവഭയമുള്ളവൻ. 3, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നു. ആരെന്ത് ചോദിച്ചാലും വാരി കൊടുക്കുന്ന നന്മയുള്ളവൻ. അടുത്തത്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് പോലും ഇല്ലാത്തതാ. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. 4 യോഗ്യത സ്വർഗം പറഞ്ഞവനാ കൊർന്നല്യോസ്. ശ്രദ്ധിച്ചു കേട്ടോണം. അടുത്തത്, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. അപ്പൊ എന്ത് കണ്ടു? ദർശനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെന്തിക്കോസുകാർ കാണുന്ന പോലെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേടി ഒരാന തിരിഞ്ഞു നിൽക്കുവാടി. ഇതൊന്നും അല്ല കണ്ടത്. ഇന്ന് കാണുന്ന എന്തുവാ? ആന തിരിഞ്ഞു നിൽക്കുന്നു, ഓലമടൽ താഴോട്ട് വീഴുന്നു, ചക്ക പഴുത്ത്. ഇതൊന്നും അല്ല കണ്ടത്. ദൂതനകത്തു വരുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്പഷ്ടമായിട്ട് കണ്ടോ കൃപ. 4 യോഗ്യതയ്ക്ക് പോരാതെ 5-ാമത്തെ ക്വാളിഫിക്കേഷൻ ദർശനവും കണ്ടു. ദൂതനകത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്? കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. എന്നാ കർത്താവ് എന്ന് ചോദിച്ചു. അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. അയ്യോ, ഒരു തടസ്സം. നമ്മുടെയൊക്കെ പ്രാർത്ഥന അന്തരീക്ഷ മണ്ഡലത്തിൽ ശത്രു തടഞ്ഞു വെക്കുന്നു. നമ്മൾ 21 ദിവസം ഇരിക്കുന്നു, സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് വെട്ടി കണ്ടിച്ച് പൊട്ടിച്ച് വല്ല വിധേനയും പ്രാർത്ഥന അവിടെ എത്തിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇവൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരും തടസ്സവും ഇല്ല. ഡയറക്റ്റ് എവിടെ എത്തി? കേട്ടോ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നതെന്ന് എഴുതി വെച്ചേക്കുന്നേ അല്ലേ? ഒറ്റ പ്രാർത്ഥന നേരെ അവിടെ എത്തിയെന്ന്. മറുപടിയായിട്ട് ദൂതനും വന്നു. കണ്ടോ കൃപ. ഇത്രയും സംഭവിച്ചു. ഇനി കേട്ടോണം. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവിടെ കൊർന്നല്യോസും ദൂതനും തമ്മിൽ ഒന്ന് തെറ്റാൻ സാധ്യതയില്ലേ? നിങ്ങൾ ചിന്തിക്കേ. അല്ല, ആരെ വിളിക്കാനാ പറഞ്ഞ്? പത്രോസിനെയോ? ദൂതൻ പറഞ്ഞത് മോശമായിപ്പോയി കേട്ടോ. അതെന്നാ? അല്ല, ഞാൻ ഭക്തനല്ലേ അല്ലേ? കുടുംബമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ആരെന്ത് ചോദിച്ചാലും നന്മ. ഇവിടെ ഏത് കൺവെൻഷൻ വെച്ചാലും അരി എൻ്റെ വകയാണ്. അങ്ങനെ കൊടുക്കുന്നില്ലേ? ഉണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ? എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നന്മ പ്രവൃത്തിയും എല്ലാം സ്വർഗത്തിലെത്തിയില്ലേ? എത്തി. മറുപടിയായിട്ട് ദൂതൻ ഇറങ്ങുന്ന കാഴ്ച വരെ ഞാൻ കണ്ടില്ലേ? ദർശനം. ഇത്രയും യോഗ്യത ഉള്ള ഞാൻ അല്ലേ? പണ്ടങ്ങാണ്ട് ഒരു മീൻപിടുത്തമായിട്ട് നടന്ന ഒരുതൻ അല്ലേ? പത്രോസ് അല്ലേ? പണ്ട് മീൻപണിയായിരുന്നു. ഇപ്പം അങ്ങാണ്ട് വെള്ളം ഉടുപ്പോട്ട് തുള്ളാനിറങ്ങി. ഈ ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ. ഞാൻ ആരാ? പട്ടാളക്കാരൻ. എൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡ് അറിയാമോ? ഈ പണ്ടം കണ്ട് മീൻ പിടിച്ച് നടന്ന ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കേണ്ട ആവശ്യം എന്താ? ചോദിച്ചൂടെ? അല്ലാതെ തന്നെ എനിക്ക് ഇത്ര യോഗ്യതയില്ലേ? ഞാൻ ഭക്തനാണ് അല്ലേ? ഞാൻ ദൈവഭയമുള്ളവനാണ് അല്ലേ? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണല്ലേ? ദർശനം കണ്ടു അല്ലേ? എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി ഇല്ലേ? ഇനി ഞാൻ ഈ കണ്ട ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കേണ്ട കാര്യം എന്താ? എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയില്ലേ? ദൂതന് പറയാനൊരു മറുപടി ഉണ്ടേ. കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും ഒക്കെ സ്വർഗത്തിലെത്തി, പക്ഷെ നീ അവിടെ എത്തത്തില്ല. നീ എത്തണമെങ്കിൽ നീ ഉപദേശിയെ വിളിപ്പിക്കണം. പിടികിട്ടിയോ നിങ്ങൾക്ക്?
ആമേ, എനിക്ക് ദർശനമുണ്ട്, എനിക്ക് ആമേ, ഞാൻ ഭക്തനാണ്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എല്ലാം എന്നെ കാണിക്കും. എല്ലാം കണ്ടോ? പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് പറയാനുള്ളത്, ഇത്രയും ഭക്തനായ, ഇത്രയും നല്ല ഹൃദയമുള്ള, ഇത്രയും കൃപയുള്ള നീ ഒരിക്കലും നരകത്തിൽ പോകരുത്. അതുകൊണ്ട് നീ ഉപദേശിയെ വീട്ടിൽ വിളിപ്പിക്കണം. തുടർന്ന് വീട്ടിൽ പോയി ആ അധ്യായം വായിച്ചോ. പത്രോസ് വരുന്നു, പത്രോസ് പ്രസംഗിക്കുന്നു. 44-ാം വാക്യത്തിൽ എന്ത് സംഭവിച്ചു? വായിക്കോ ദൈവാസനെ, 44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എന്തു വന്നു? ഒന്ന് പറഞ്ഞേ. എന്തു വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ എൻ്റെ ചോദ്യം, അപ്പൊ ഈ ഭക്തനായിരിക്കാനും നന്മ ചെയ്യാനും ദൈവത്തെ ഭയപ്പെടാനും എപ്പോഴും പ്രാർത്ഥിക്കാനും ദർശനം കാണാനും ആരുടെ സഹായം വേണ്ട? പരിശുദ്ധാത്മാവില്ലേലും ഇതൊക്കെ നടക്കും. പക്ഷെ മേപ്പോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവരെല്ലാവരും സ്നാനമേറ്റു എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ദർശനം കാണാനും ഭക്തനാകാനും കൃപ കിട്ടാനും ദൂതനെ കാണാനും ഒന്നുമല്ല നീ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പറഞ്ഞത്. നിത്യതയിൽ നീ ഉണ്ടാകാൻ വേണ്ടിയാണ്. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെടാൻ വേണ്ടിയാണ്. ഇനിയും തിരിച്ചറിയുന്നില്ലെങ്കിൽ നീ നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പസ്തോല പ്രവൃത്തി തിരിച്ചു വന്ന് അവസാനിപ്പിക്കാം. പത്രോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്കുറക്കെ, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000 എണ്ണം രംഗത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററേ എൻ്റെ ചങ്കത്ത് കുത്തുകൊണ്ടു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. കണ്ടോ? ഒറ്റ പ്രസംഗം. ആരും പിടിക്കാനും വലിക്കാനും പോയില്ല. ആർക്ക് വേണം, കൈപൊക്കൂ കാല് പൊക്കൂ ഒന്നും പറഞ്ഞില്ല. പരിശുദ്ധാത്മാവകത്ത് എന്നു പ്രവർത്തിച്ചു, കുത്തുകൊണ്ടു, രംഗത്ത് വന്നു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്ത വാചകം ശ്രദ്ധിച്ചു കേട്ടോ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അപ്പൊ സ്നാനപ്പെട്ടു. എല്ലാവരും സ്നാനപ്പെട്ടോ? 3000 പേര് മുങ്ങിയോ? ഇനി ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടോ? ഇല്ല. എല്ലാവരും കൃത്യമായിട്ട് മുങ്ങി. ശരി. ഇനി എവിടാന്ന് വെച്ചാൽ നിങ്ങൾ ചെന്ന് കയറിക്കും. അങ്ങനെ പറഞ്ഞോ പാസ്റ്റർമാരെ? പറഞ്ഞില്ല. ഇന്ന് അങ്ങനെ പറയുന്ന കാട്ടുകള്ളന്മാരുണ്ട്. ഇവിടെ വന്ന് മുങ്ങിയേച്ച് മാമ നിൽക്കുന്നിടത്ത് അങ്ങ് ഇവൻ കാട്ടുകള്ളനാണ്, ഇവൻ പാസ്റ്ററല്ല. ഞാൻ മിണ്ടാത്തെ. നീ ഇവിടെ മുങ്ങിയേച്ച് സ്തോത്രം. സ്നാനമേറ്റവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവൻ അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ കീഴിൽ നിൽക്കണം. അതിന് ലേഖനങ്ങളിൽ പ്രമാണമുണ്ട്. 2 തെസ്സലോനിക്കർ 2:14-15 പറയുന്നു, ആകയാൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം. രക്ഷിക്കപ്പെട്ടവന് പ്രമാണമുണ്ട്, ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. ഇവിടെ മുങ്ങിയച്ച് എവിടെയെങ്കിലും ചെന്ന് കയറാൻ ഒക്കത്തില്ല. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ. ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. ഉപദേശം കേൾക്കണം, എവിടെ വരണം? കൂട്ടായ്മയ്ക്ക് വരണം. കൂട്ടായ്മ ആചരിച്ചു. അടുത്തത് അപ്പം നുറുക്കി. പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം വായിച്ച് പുസ്തകം അടയ്ക്കാം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പറയപ്പെട്ട സഭയെ ചേർക്കുവാനാണ് യേശു കർത്താവ് വാനമേഘ വെളിപ്പെടാൻ പോകുന്നത്. രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത
ആ നിത്യഭവനമൊരുക്കി അതിലേക്ക് നമ്മെ ചേർക്കുവാൻ. യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ആ കർത്താവ് വന്നാൽ, ഇന്ന് രാത്രി ആ കാഹളം ധ്വനിച്ചാൽ, അതെ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു അവസരം ദൈവം എനിക്ക് നീട്ടിത്തന്നാൽ, ഒരു ദിവസത്തെ ആയുസ് എനിക്ക് നീട്ടിത്തന്നാൽ, എനിക്ക് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം, എനിക്കും ആ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം. ആ കർത്താവിൻ്റെ വരവെങ്കിൽ എനിക്കും ആ കർത്താവിനോടുകൂടെ എടുക്കപ്പെടണം. ഞാനും എടുക്കപ്പെടും, അല്ല ഞാനും പോകും എന്ന് ഇന്ന് രാത്രി മാറാത്ത തീരുമാനമുള്ളവർ കരങ്ങളെ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാമോ? അല്പനേരം സന്തോഷത്തോടെ